തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഫലം വന്ന ശേഷം പൊതുജനം പറയുന്നത് എന്താണ് എന്നത് കൂടി നമുക്ക് നോക്കാം. രാഹുലിന്റെ മികച്ച വിജയത്തിന് പിന്നിൽ എന്താണ്? നഗരസഭയിലടക്കം BJP പിന്നോട്ട് പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഇത്തവണയും ഇടതുമുന്നണി 3-ാം സ്ഥാനത്ത് തന്നെ ഒതുങ്ങി? പാലക്കാട്ടെ ജനങ്ങൾ പറയുന്നത് കേൾക്കാം. പാലക്കാട്ട് നിന്ന് പൊതുജനം സ്പീക്കിംഗ്. പുതിയ MLA കണ്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. വന്നിപ്പോ കേറിയിട്ടില്ലല്ലോ, ജയിച്ച് പോണല്ലോ ഉള്ളൂ. ഇനി അങ്ങനെ ഏതെന്നൊക്കെ കണ്ടറിയാം. BJPക്ക് തന്നെ വോട്ടൊന്നുമില്ലല്ലോ. ഫസ്റ്റ് മറ്റേ മുനിസിപ്പാലിറ്റി ഉണ്ടുമ്പോ അവരെന്നല്ലേ ലീഡ്. അവര് 2ാം റൗണ്ട് ഉണ്ടുമ്പോ തന്നെ കോൺഗ്രസ് ലീഡല്ലേ. അപ്പൊ അവന്റെ വോട്ട് തന്നെയല്ലേ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിക്കണത്. സരിനെ പറഞ്ഞില്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പ് യഥാർത്ഥ വ്യക്തികളെന്ന്. യഥാർത്ഥ വ്യക്തി രാഹുൽ മാങ്കൂട്ടമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നെല്ലും പതിനും തിരിച്ചറിയുന്ന വ്യക്തികളാണ് പാലക്കാട് ജില്ലക്കാർ. അത് വ്യക്തമായി തെളിയിച്ച ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. പിന്നെ ഇലക്ഷനിൽ സിംഗിളാവല്ലേ വിചാരിച്ച ഒന്ന് വന്നതൊന്ന് വേറെന്താ പറയാനുള്ളത്. ഇലക്ഷൻ റിപ്പോർട്ട് കുഴപ്പമില്ലാന്ന് മാറി പോയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു രാഹുൽ ജയിക്കുന്നത്. ആ കേട്ടിട്ടുള്ളോ ഇനി കിടക്കാനുള്ള സമയം 1.5 കൊല്ലത്തിനടുത്തുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ളത് ആളുകൾ ഇനിയിപ്പോൾ 1.5 വർഷം കൊണ്ട് ഇപ്പോൾ ഇവർ എന്ത് ചെയ്യാനാ? ഒന്നാമത് ഭരണപ്പോൾ ഇവരുടെ കയ്യിലല്ല, ഇടതു വർഷത്തിന്റെ കയ്യിലാണ്. അത് ചേലക്കര ഭാഗത്തേക്ക് 1.5 വർഷത്തിനുള്ളിൽ വല്ലതും ചെയ്തെങ്കിൽ ആയി. ഇവിടെ പാലക്കാട് സംബന്ധിച്ചോളം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അത് വേറെ സത്യം. BJP ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അപ്രതീക്ഷിതമായി പോയത്. ഇപ്പോൾ പൊതുവെ കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ പൊതുവെ അങ്ങനെ അങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിലിപ്പ് കൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു പരാജയം നമുക്ക് കാണപ്പെട്ടത്. രാഹുൽ വിജയൻ ചെറുപ്പക്കാരുടെ ഹരമാണ് രാഹുൽ. അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചു ജയിക്കും എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് നല്ല ഭരണം എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഇവിടെ ഭരണം പറഞ്ഞാൽ MLA ഇതിൽ ഷാഫി നല്ലത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഷാഫിൻ്റെ ഇതിൽ രാഹുൽ അത് ഇതാക്കുമെന്ന്